നമസ്കാരം. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഇന്നത്തെ അനുഗ്രഹം നിറഞ്ഞ ദിവസത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഫെബ്രുവരി 13, 2026, ഇന്ത്യൻ സമയം രാവിലെ 5:15. എത്ര പേർ ഇന്നിവിടെ കണ്ണീരോടെയാണ് എത്തിയിരിക്കുന്നത്? എത്ര പേർ വേദനയോടെയാണ്? എത്ര പേർ തകർന്ന ഹൃദയത്തോടെയാണ്? ഇന്ന് ദൈവം നിങ്ങളോട് പറയുന്നു, ഞാൻ നിന്റെ കണ്ണീർ തുടയ്ക്കുന്നു, ഞാൻ നിന്റെ വേദന സുഖപ്പെടുത്തുന്നു, ഞാൻ നിന്റെ ഹൃദയം പുതുക്കുന്നു. വെളിപാട് 21:4 പറയുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചുകളയും. ഇനി മരണമില്ല, ദുഃഖമോ നിലവിളിയോ വേദനയോ ഇല്ല, പഴയവ കടന്നുപോയല്ലോ. നിങ്ങളുടെ കണ്ണീരിനെല്ലാം അർത്ഥമുണ്ട്. ദൈവമെല്ലാം കാണുന്നു, എല്ലാം അറിയുന്നു, എല്ലാം ശ്രദ്ധിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കൈകൾ ഹൃദയത്തിൽ വെച്ച് എന്നോടൊപ്പം പ്രാർത്ഥിക്കൂ. സ്വർഗസ്ഥനായ സ്നേഹമയനായ പിതാവേ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ചിലർ കണ്ണീരോടെ, ചിലർ വേദനയോടെ, ചിലർ തകർന്ന ഹൃദയത്തോടെ. എന്നാൽ ഞങ്ങൾ വരുന്നു, കാരണം അങ്ങയാണ് ഞങ്ങളുടെ ആശ്വാസം, അങ്ങയാണ് ഞങ്ങളുടെ സുഖം, അങ്ങയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇന്ന് ഞങ്ങളുടെ കണ്ണീർ തുടയ്ക്കണമേ, ഞങ്ങളുടെ വേദന സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ ഹൃദയം സൗഖ്യമാക്കണമേ, ഞങ്ങളുടെ ദുഃഖത്തെ സന്തോഷമാക്കണമേ, ഞങ്ങളുടെ വിലാപത്തെ ആനന്ദമാക്കണമേ, ഞങ്ങളുടെ ഇരുട്ടിനെ വെളിച്ചമാക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ നിറയ്ക്കണമേ, അങ്ങയുടെ സമാധാനം ഞങ്ങളെ വലയം ചെയ്യണമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് അങ്ങയുടെ സ്പർശമെത്തണമേ. യേശുക്രിസ്തുവിന്റെ കരുണാമയമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ദൈവം നിങ്ങളുടെ കണ്ണീർ കാണുന്നു. ഗോഡ് സീസ് യുവർ ടിയേഴ്സ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്ര പേർ ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ കരയുകയാണ്? എത്ര പേർ രാത്രികളിൽ തലയിണയിൽ കണ്ണീർ ചൊരിയുന്നു? എത്ര പേർ ആരും കാണാതെ കരയുന്നു? നിങ്ങളുടെ കണ്ണീരിനെക്കുറിച്ച് ദൈവം പറയുന്നത് കേൾക്കൂ. സങ്കീർത്തനം 56:8. എന്റെ അലച്ചിൽ നീ എണ്ണിയിരിക്കുന്നു, എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ സംഗ്രഹിക്കണമേ, അവ നിന്റെ പുസ്തകത്തിലില്ലയോ? നിങ്ങൾ കേട്ടോ, ദൈവം നിങ്ങളുടെ കണ്ണീർ സംഗ്രഹിക്കുന്നു. ഓരോ തുള്ളിയും. ഒന്നും നഷ്ടപ്പെടുന്നില്ല, ഒന്നും വ്യർത്ഥമല്ല. നിങ്ങളുടെ കണ്ണീർ എന്തുകൊണ്ട്? ഒരുപക്ഷെ നിങ്ങളുടെ കണ്ണീർ 1. വേദനയുടെ കണ്ണീരായിരിക്കാം. ഒരു രോഗത്താൽ വേദനിക്കുന്നു, ശാരീരിക കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നു, ദീർഘകാല അസുഖം സഹിക്കുന്നു, ഡോക്ടർമാർ പരിഹാരം കണ്ടെത്തുന്നില്ല. യെശയ്യാവ് 53:4-5 പറയുന്നു, അവൻ നമ്മുടെ രോഗങ്ങളെ ചുമന്നു, നമ്മുടെ വേദനകളെ വഹിച്ചു, അവന്റെ മുറിവുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. യേശു നിങ്ങളുടെ വേദന അറിയുന്നു. അവൻ തന്നെ കുരിശിൽ വേദന അനുഭവിച്ചു. അവൻ മനസ്സിലാക്കുന്നു. 2. നഷ്ടത്തിന്റെ കണ്ണീരായിരിക്കാം. പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടു, ജോലി നഷ്ടപ്പെട്ടു, ബിസിനസ് പരാജയപ്പെട്ടു, സ്വപ്നങ്ങൾ തകർന്നു, ബന്ധങ്ങൾ മുറിഞ്ഞു. യോഹന്നാൻ 11:35. ഏറ്റവും ചെറിയ വചനം, ഏറ്റവും ശക്തമായ സന്ദേശം. യേശു കണ്ണീർ വാർത്തു. യേശു ലാസറിന്റെ മരണത്തിൽ കരഞ്ഞു. അവൻ നിങ്ങളുടെ നഷ്ടം മനസ്സിലാക്കുന്നു. അവൻ നിങ്ങളോടൊപ്പം കരയുന്നു. 3. നിരാശയുടെ കണ്ണീരായിരിക്കാം. എത്ര പ്രാർത്ഥിച്ചാലും ഉത്തരമില്ല, എത്ര ശ്രമിച്ചാലും വഴിയില്ല, എത്ര കാത്തിരുന്നാലും മാറ്റമില്ല, ഭാവിയെക്കുറിച്ച് ഭയമുണ്ട്. സങ്കീർത്തനം 42:3. രാവും പകലും എന്റെ കണ്ണുനീരെനിക്ക് ആഹാരമായിരിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, ഞാൻ നിന്റെ പ്രതീക്ഷ പുതുക്കുന്നു. 4. തിരസ്കരണത്തിന്റെ കണ്ണീരായിരിക്കാം. കുടുംബം നിരാകരിച്ചു, സുഹൃത്തുക്കൾ ഉപേക്ഷിച്ചു, സമൂഹം തള്ളിക്കളഞ്ഞു, ഒറ്റപ്പെട്ടു, ഏകാന്തനായി. സങ്കീർത്തനം 27:10. എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. 5. പാപബോധത്തിന്റെ കണ്ണീരായിരിക്കാം. തെറ്റുകൾ ചെയ്തു, മറ്റുള്ളവരെ നോവിച്ചു, ദൈവത്തിൽ നിന്നകന്നു, ലജ്ജയും കുറ്റബോധവും അനുഭവിക്കുന്നു. സങ്കീർത്തനം 51:17. ദൈവമേ, തകർന്ന ആത്മാവാകുന്നു എന്റെ യാഗം, തകർന്നതും നുറുക്കപ്പെട്ടതുമായ ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല. ദൈവം നിങ്ങളുടെ കണ്ണീർ എന്തു ചെയ്യുന്നു? 1. ദൈവം കാണുന്നു. സങ്കീർത്തനം 56:8. എന്റെ അലച്ചിൽ നീ എണ്ണിയിരിക്കുന്നു. 2. ദൈവം കേൾക്കുന്നു. സങ്കീർത്തനം 6:8. കർത്താവെന്റെ കരച്ചിൽ കേട്ടിരിക്കുന്നു. 3. ദൈവം സംഗ്രഹിക്കുന്നു. സങ്കീർത്തനം 56:8. എന്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ സംഗ്രഹിക്കണമേ. 4. ദൈവം ഓർക്കുന്നു. സങ്കീർത്തനം 56:8. അവ നിന്റെ പുസ്തകത്തിലില്ലയോ?
5 ദൈവം തുടയ്ക്കുന്നു. വെളിപാട് 21:4 അവൻ അവരുടെ കണ്ണിൽ നിന്ന് എല്ലാ കണ്ണുനീരും തുടച്ചുകളയും. ശക്തമായ 2 സാക്ഷ്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ദൈവമെങ്ങനെ കണ്ണീർ തുടയ്ക്കുന്നു എന്ന് കാണിക്കുന്ന 2 യഥാർത്ഥ സാക്ഷ്യങ്ങൾ പങ്കുവെക്കട്ടെ. ആദ്യത്തെ സാക്ഷ്യം, അമ്മയുടെ കണ്ണീർ. കേരളത്തിലെ ഒരമ്മ 8 വർഷമായി തന്റെ മകന്റെ മയക്കുമരുന്നടിമത്തം കണ്ട് കണ്ണീർ വാർത്തു. എല്ലാ രാത്രിയും കരഞ്ഞു, ദൈവമേ, എന്റെ മകനെ തിരികെ തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കുടുംബം തകർന്നു, സമ്പത്ത് നശിച്ചു, പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷേ അമ്മ പ്രാർത്ഥിക്കുന്നത് നിർത്തിയില്ല. കണ്ണീർ വാർത്തുകൊണ്ട് കാത്തിരുന്നു. ഒരു രാത്രി മകൻ ഓവർഡോസിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പറഞ്ഞു, സാധ്യത കുറവാണ്. അമ്മ മകന്റെ കട്ടിലിനരികിൽ മുട്ടുകുത്തി. ദൈവമേ, എന്റെ കണ്ണീരങ്ങ് ശേഖരിച്ചിരിക്കുന്നു, ഇപ്പോൾ അങ്ങയുടെ കൃപ കാണിക്കണമേ. ആ രാത്രി അത്ഭുതം സംഭവിച്ചു. മകൻ ബോധം വന്നു. കണ്ണു തുറന്നപ്പോൾ അമ്മയെ നോക്കി പറഞ്ഞു, അമ്മേ, ഇനി ഞാൻ ഇതൊക്കെ ഉപേക്ഷിക്കും. ഒരു വെളിച്ചം ഞാൻ കണ്ടു. യേശു എന്നോട് പറഞ്ഞു, നിന്റെ അമ്മയുടെ കണ്ണീരെനിക്കറിയാം, നീ തിരിച്ചുവരൂ. അന്നുമുതൽ അവൻ പൂർണ്ണമായി മാറി. ഇപ്പോൾ 4 വർഷമായി അവൻ സ്വതന്ത്രനാണ്. ഇപ്പോൾ അവൻ മറ്റുള്ളവരെ സഹായിക്കുന്നു. അമ്മയുടെ കണ്ണീർ വ്യർത്ഥമായില്ല. രണ്ടാമത്തെ സാക്ഷ്യം, ഭർത്താവിന്റെ മരണശേഷം. 35 വയസ്സുള്ള ഒരു സഹോദരി, 2 കുട്ടികൾ. പെട്ടെന്ന് ഭർത്താവ് ഹൃദയാഘാതത്താൽ മരിച്ചു. ലോകം തകർന്നു. സാമ്പത്തിക പിന്തുണയില്ല, തൊഴിൽ പരിചയമില്ല, ഭാവി ഇരുണ്ടു. 3 മാസം അവൾ എല്ലാ രാത്രിയും കരഞ്ഞു, ദൈവമേ, എന്തുകൊണ്ട്? എന്റെ കുട്ടികളെ ഞാൻ എങ്ങനെ വളർത്തും? ഒരു ദിവസം പള്ളിയിൽ യെശയ്യാവ് 54:5 എന്ന വചനം കേട്ടു. നിന്റെ സൃഷ്ടാവ് തന്നെ നിന്റെ ഭർത്താവ്. ആ നിമിഷം അവൾക്ക് സമാധാനം ലഭിച്ചു. ദൈവം എന്റെ ഭർത്താവാണ്, അവൻ എന്നെ ഉപേക്ഷിക്കില്ല. പിന്നെയുള്ള മാസങ്ങളിൽ അവൾക്കൊരു നല്ല ജോലി ലഭിച്ചു. അപ്രതീക്ഷിതമായി സാമ്പത്തിക സഹായം വന്നു. കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടി. പുതിയ വിശ്വാസ കൂട്ടുകാരുണ്ടായി. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞു. അവൾ പറയുന്നു, എന്റെ കണ്ണീർ വ്യർത്ഥമായില്ല. ദൈവം എല്ലാം കണ്ടു, എന്നെ ഉപേക്ഷിച്ചില്ല. അവൻ വാഗ്ദാനങ്ങൾ പാലിച്ചു. സങ്കീർത്തനം 30:5 സന്ധ്യാസമയത്ത് കരച്ചിൽ വന്നാലും പ്രഭാതകാലത്ത് സന്തോഷഗീതമുണ്ടാകും. കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്ക്, ഫ്രം ടിയേഴ്സ് ടു ജോയ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കണ്ണീർ എത്ര നാളോളം, ഇനി എത്ര കാലം കരയണം? ദൈവം പറയുന്നു, നിന്റെ കരച്ചിലിന് ഒരു സമയപരിധിയുണ്ട്, നിന്റെ സന്തോഷം വരുന്നു. എങ്ങനെ കണ്ണീരിൽ നിന്ന് സന്തോഷത്തിലേക്ക് നീങ്ങാം? 1. നിങ്ങളുടെ വേദന ദൈവത്തോട് സത്യസന്ധമായി പങ്കുവയ്ക്കുക. സങ്കീർത്തനങ്ങൾ നോക്കൂ. ദാവീദ് തന്റെ യഥാർത്ഥ വികാരങ്ങൾ പറഞ്ഞു. സങ്കീർത്തനം 13:1-2 കർത്താവേ, എത്രത്തോളം നീ എന്നെ എന്നേക്കും മറക്കുമോ? എത്രത്തോളം നിന്റെ മുഖം എനിക്കു മറച്ചുകൊള്ളും? ദൈവം നിങ്ങളുടെ സത്യസന്ധത കൈക്കൊള്ളുന്നു. നിങ്ങളുടെ യഥാർത്ഥ വികാരങ്ങൾ അവന്റെ മുൻപിൽ വയ്ക്കൂ. 2. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ പറ്റിപ്പിടിക്കുക. യിരെമ്യാവ് 31:16-17 നിന്റെ കരച്ചിലിൽ നിന്ന് പിന്തിരിക്ക, നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കാതിരിക്ക. നിന്റെ പ്രയത്നത്തിന് പ്രതിഫലമുണ്ടാകും, നിന്റെ ഭാവിക്ക് പ്രത്യാശയുണ്ട്. 3. സ്തുതിയുടെ യാഗമർപ്പിക്കുക. എബ്രായർ 13:15 ആകയാൽ നാം അവൻ മുഖാന്തരം സ്തോത്രയാഗമായി അവന്റെ നാമത്തെ വാഴ്ത്തുന്ന അധരഫലം ദൈവത്തിന് എപ്പോഴും അർപ്പിക്ക. കണ്ണീരിന്റെ മധ്യത്തിൽ സ്തുതിക്കുക എന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. 4. മറ്റുള്ളവരെ സഹായിക്കുക. 2 കൊരിന്ത്യർ 1:3-4 സകല ആശ്വാസത്തിന്റെയും ദൈവം. നാം ദൈവത്താൽ ലഭിക്കുന്ന ആശ്വാസം കൊണ്ട് സകല കഷ്ടത്തിലുമിരിക്കുന്നവർക്കും ആശ്വാസം വരുത്തുവാൻ കഴിയും. നിങ്ങളുടെ വേദന മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ ഉപയോഗിക്കുക. 5. ദൈവത്തിന്റെ സമയത്തിൽ വിശ്വസിക്കുക. സഭാപ്രസംഗി 3:4 കരയുവാൻ ഒരു സമയം, ചിരിക്കുവാൻ ഒരു സമയം, വിലപിക്കുവാൻ ഒരു സമയം, നൃത്തം ചെയ്യുവാൻ ഒരു സമയം.
നിങ്ങളുടെ കരച്ചിലിന് ഒരു സമയമുണ്ട്, എന്നാൽ നിങ്ങളുടെ ചിരിക്കും ഒരു സമയമുണ്ട്. കണ്ണീർ ശേഷം വരുന്നത്. സങ്കീർത്തനം 126:5-6. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ഉല്ലാസത്തോടെ കൊഴിയും. കരഞ്ഞും കൊണ്ട് വിത്തു ചുമന്നു പോകുന്നവൻ ആർപ്പിട്ടും കൊണ്ട് കറ്റ ചുമന്നുകൊണ്ടുവരും. നിങ്ങളുടെ കണ്ണീർ വിത്താണ്. ഭാവി അനുഗ്രഹത്തിന്റെ വിത്ത്, വരാനിരിക്കുന്ന സന്തോഷത്തിന്റെ വിത്ത്, നാളെയുടെ സാക്ഷ്യത്തിന്റെ വിത്ത്. ദൈവം നിങ്ങൾക്ക് എന്തു നൽകും? പഴയതിനു പകരം പുതിയത്. യെശയ്യാവ് 61:3. ചാരത്തിനു പകരം അലങ്കാരമാല്യം, ദുഃഖത്തിനു പകരം സന്തോഷതൈലവും, വിഷാദമനസ്സിനു പകരം സ്തുതിയെന്ന വസ്ത്രവും കൊടുക്കേണ്ടതിന്. കരച്ചിലിനു പകരം സന്തോഷം, വിലാപത്തിനു പകരം നൃത്തം, വേദനയ്ക്കു പകരം സൗഖ്യം, നഷ്ടത്തിനു പകരം നേട്ടം, ലജ്ജയ്ക്കു പകരം മഹത്വം. ഇന്നത്തെ പ്രവചന സന്ദേശം. പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്ന് പ്രത്യേകമായി നിങ്ങളോട് പറയുന്നു, എന്റെ കുഞ്ഞേ, നിന്റെ കണ്ണീരുകളിൽ ഓരോന്നും ഞാൻ എണ്ണിയിരിക്കുന്നു. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഒന്നും വ്യർത്ഥമായിട്ടില്ല. നീ രാത്രിയിൽ കരഞ്ഞപ്പോൾ ഞാൻ കേട്ടു. നീ നിശബ്ദമായി കരഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞു. നീ ആരോടും പറയാത്ത വേദന ഞാൻ കണ്ടു. ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ കരച്ചിലിന്റെ കാലം അവസാനിക്കുന്നു. നിന്റെ സന്തോഷത്തിന്റെ കാലം ആരംഭിക്കുന്നു. ഞാൻ നിന്റെ കണ്ണീർ സന്തോഷമാക്കും. ഞാൻ നിന്റെ വിലാപം നൃത്തമാക്കും. ഞാൻ നിന്റെ ചാരം അലങ്കാരമാല്യമാക്കും. നീ കരഞ്ഞു വിതച്ചത് നീ സന്തോഷത്തോടെ കൊയ്യും. നീ വേദനയോടെ കാത്തിരുന്നത് നീ ആനന്ദത്തോടെ സ്വീകരിക്കും. നീ നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ ഇരട്ടിയായി തിരികെ നൽകും. നീ കണ്ട ഇരുട്ടിനു ശേഷം ഞാൻ അത്ഭുതകരമായ വെളിച്ചം കൊണ്ടുവരും. നിന്റെ വരണ്ട കണ്ണുകളിൽ ഞാൻ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറയ്ക്കും. ഇനി കരച്ചിലല്ല, ചിരിയാണ്. ഇനി വിലാപമല്ല, ആനന്ദഗാനമാണ്. ഇനി വേദനയല്ല, സൗഖ്യമാണ്. ഇതെന്റെ വചനമാണ്. ഇത് സംഭവിക്കും. നീ വിശ്വസിക്കുന്നുവോ? നിന്റെ കണ്ണീർ തുടയ്ക്കുന്ന നിന്റെ ദൈവം. ഇന്ന് ചെയ്യേണ്ട 5 കാര്യങ്ങൾ. 1. നിങ്ങളുടെ കണ്ണീർ ദൈവത്തിന് സമർപ്പിക്കുക. പ്രാർത്ഥിക്കൂ, ദൈവമേ, എന്റെ എല്ലാ കണ്ണീരും അങ്ങയുടെ കയ്യിൽ സമർപ്പിക്കുന്നു. അവയെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ. 2. സങ്കീർത്തനം 56 വായിക്കുക. പ്രത്യേകിച്ച് വാക്യം 8 ധ്യാനിക്കുക. ദൈവം നിങ്ങളുടെ കണ്ണീർ ശേഖരിക്കുന്നു. 3. നിങ്ങളുടെ സാക്ഷ്യം എഴുതുക. ഇപ്പോൾ കരയുകയാണെങ്കിലും നാളെ നിങ്ങളുടെ സാക്ഷ്യം എഴുതാനായി ഒരു നോട്ടുബുക്ക് തുടങ്ങൂ. ആരെങ്കിലും ഒരാളെ ആശ്വസിപ്പിക്കുക. നിങ്ങളെപ്പോലെ കരയുന്ന ഒരാളെ കണ്ടെത്തി അവർക്ക് പ്രതീക്ഷ നൽകൂ. 5. സ്തുതിയുടെ യാഗമർപ്പിക്കുക. കരയാനുള്ള മനസ്സുണ്ടെങ്കിലും 5 മിനിറ്റ് സ്തുതിക്കൂ. അത് നിങ്ങളുടെ വീക്ഷണം മാറ്റും. ശക്തമായ പ്രഖ്യാപന പ്രാർത്ഥന. നിങ്ങളുടെ കണ്ണീർ തുടച്ച് കൈകൾ ഉയർത്തി എന്നോടൊപ്പം പ്രഖ്യാപിക്കൂ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, എന്റെ കരച്ചിലിന്റെ കാലം അവസാനിച്ചു. എന്റെ സന്തോഷത്തിന്റെ കാലം ആരംഭിച്ചു. ദൈവം എന്റെ കണ്ണീർ കണ്ടു. ദൈവം എന്റെ കരച്ചിൽ കേട്ടു. ദൈവം എന്റെ വേദന അറിയുന്നു. ഇന്നു മുതൽ എന്റെ ദുഃഖം സന്തോഷമാകുന്നു. എന്റെ വിലാപം നൃത്തമാകുന്നു. എന്റെ വേദന സൗഖ്യമാകുന്നു. എന്റെ നഷ്ടം നേട്ടമാകുന്നു. ഞാൻ കണ്ണുനീരോടെ വിതച്ചു, എന്നാൽ ഞാൻ സന്തോഷത്തോടെ കൊയ്യും. ഞാൻ കരഞ്ഞുകൊണ്ടുപോയി, എന്നാൽ ഞാൻ ആർത്തുകൊണ്ടുവരും. എന്റെ കണ്ണുനീർ വ്യർത്ഥമല്ല, അത് വിത്താണ്. അത് അനുഗ്രഹമാകും. അത് സാക്ഷ്യമാകും. ദൈവം എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. ദൈവം എന്റെ ഹൃദയം സൗഖ്യമാക്കുന്നു. ദൈവം എന്റെ ജീവിതം പുതുക്കുന്നു. സന്തോഷം വരുന്നു. സൗഖ്യം വരുന്നു. അത്ഭുതം വരുന്നു. അനുഗ്രഹം വരുന്നു. എന്റെ രാത്രി കഴിഞ്ഞു. എന്റെ പ്രഭാതം വരുന്നു. യേശുക്രിസ്തുവിന്റെ ശക്തമായ, കരുണാമയമായ, സൗഖ്യദായകമായ നാമത്തിൽ. ആമീൻ, ആമീൻ, ആമീൻ. അവസാന പ്രാർത്ഥനയും അനുഗ്രഹവും. പരിശുദ്ധ പിതാവേ, കരുണാനിധിയായ ദൈവമേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട എല്ലാവരുടെയും കണ്ണീർ തുടയ്ക്കണമേ. കരയുന്നവർക്ക് അവരുടെ കണ്ണീർ സന്തോഷമാക്കണമേ. അവരുടെ വിലാപം ആനന്ദമാക്കണമേ. അവരുടെ രാത്രിക്ക് പ്രഭാതം കൊണ്ടുവരണമേ. വേദനിക്കുന്നവർക്ക് അവരുടെ വേദന സുഖപ്പെടുത്തണമേ. അവരുടെ മുറിവുകൾ ഉണക്കണമേ. അവരുടെ ഹൃദയം പുതുക്കണമേ. നഷ്ടമനുഭവിച്ചവർക്ക് അവരുടെ നഷ്ടം പൂരിപ്പിക്കണമേ. അവരുടെ ശൂന്യത നിറയ്ക്കണമേ. അവരുടെ ഭാവിക്ക് പ്രതീക്ഷ നൽകണമേ. നിരാശരായവർക്ക് അവരുടെ പ്രതീക്ഷ പുതുക്കണമേ. അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്തണമേ.
അവരുടെ ഹൃദയത്തിൽ സന്തോഷം പകരണമേ. തിരസ്കരിക്കപ്പെട്ടവർക്ക് അവരെ അങ്ങ് കൈക്കൊള്ളണമേ. അവർക്ക് അങ്ങയുടെ സ്നേഹം കാണിക്കണമേ. അവർക്ക് പുതിയ കുടുംബം നൽകണമേ. ഇന്ന് എല്ലാവരുടെയും കണ്ണീർ അങ്ങയുടെ തുരുത്തിയിൽ ശേഖരിക്കണമേ. ഇന്ന് എല്ലാവരുടെയും വേദന അങ്ങയുടെ ഹൃദയത്തിൽ സ്പർശിക്കണമേ. ഇന്ന് എല്ലാവർക്കും അങ്ങയുടെ സൗഖ്യദായകമായ സ്പർശം ലഭിക്കട്ടെ. അവരുടെ കണ്ണീർ ഉണങ്ങട്ടെ. അവരുടെ വേദന കഴിയട്ടെ. അവരുടെ ദുഃഖം മാറട്ടെ. അവരുടെ മുഖത്ത് പുഞ്ചിരി വരട്ടെ. അവരുടെ ഹൃദയത്തിൽ സന്തോഷം നിറയട്ടെ. അവരുടെ ജീവിതത്തിൽ ആനന്ദം പ്രവഹിക്കട്ടെ. യേശുക്രിസ്തുവിന്റെ കരുണാമയമായ, സൗഖ്യദായകമായ, സ്നേഹനിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഓർക്കൂ, നിങ്ങളുടെ കണ്ണീർ വ്യർത്ഥമല്ല. ദൈവം കാണുന്നു, കേൾക്കുന്നു, ശ്രദ്ധിക്കുന്നു. നിങ്ങളുടെ കരച്ചിൽ എത്ര നീണ്ടാലും സന്തോഷം വരും. നിങ്ങളുടെ രാത്രി എത്ര ഇരുണ്ടാലും പ്രഭാതം വരും. നിങ്ങളുടെ വേദന എത്ര ആഴമേറിയാലും സൗഖ്യം വരും. നിങ്ങളിപ്പോൾ കണ്ണുനീരോടെ വിതയ്ക്കുകയാണ്. എന്നാൽ ഉറപ്പായും നിങ്ങൾ സന്തോഷത്തോടെ കൊയ്യും. ദൈവം നിങ്ങളുടെ കണ്ണീർ തുടയ്ക്കുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയം സൗഖ്യമാക്കുന്നു. ദൈവം നിങ്ങളുടെ സന്തോഷം പുനഃസ്ഥാപിക്കുന്നു. നാളെ വീണ്ടും കാണാം മറ്റൊരനുഗ്രഹത്തോടെ. അതുവരെ വിശ്വസിക്കൂ, പ്രതീക്ഷിക്കൂ, സ്തുതിക്കൂ. നിങ്ങളുടെ കണ്ണീർ സന്തോഷമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.